ലോകത്തുള്ള സർവ്വമാനം എന്നെ അറിയാമെന്ന് എല്ലാവർക്കും അറിയാം. ഹേ ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കാറില്ല അല്ലേ? ഹായ് ചേച്ചി അല്ലേ? അങ്ങനെയാണ് വിളിക്കുന്നത്. അതൊരു മാറ്റമാണ്. ഇപ്പം പലയിടങ്ങളിലും പണ്ട് ഒരു അത്ഭുത കാഴ്ചകൾ കാണുന്ന നോട്ടത്തിലോട് നോക്കി നിന്നവർ ഇന്ന് അവർക്കതൊരു സാധാരണ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. തൊഴിലിടങ്ങൾ എപ്പോഴും സുതാര്യമായിരിക്കണം. എനിക്കൊരു തരം സാലറി, നിനക്കൊരു തരം സാലറി, അവർക്കൊരു തരം സാലറി എന്ന് പറയുമ്പോൾ ഈ മെട്രോ സിറ്റിയിൽ ജീവിക്കാനായിട്ട് എത്ര രൂപ വേണ്ടി വരുമെന്ന് ഒരു നിസ്സാര കണക്കെടുത്താൽ മനസ്സിലാക്കാം. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ലോകം അത്ര ഈസി അല്ല. ഈ ലോകം എൻ്റെതും കൂടിയാണ്. ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. ചേച്ചി, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ യങ് ആയിട്ടിരിക്കുക. ഇപ്പോൾ ചേച്ചി തന്നെ സ്കിന്ന് ശ്രദ്ധിച്ച് തുടങ്ങിയത് വളരെ ലേറ്റ് ആയിട്ടാണ്. ഇപ്പോൾ ചില ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ തന്നെ അവർക്ക് കുറച്ച് ഏജ് കൂടുതലായിരിക്കും, പക്ഷേ നമ്മളവരുടെ ഏജ് കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും. പക്ഷേ അത്ര ഏജ് തോന്നിക്കില്ല, ഭയങ്കര യങ് ആയിട്ടിരിക്കുന്നു. അങ്ങനെ യങ് ആയിട്ടിരിക്കാൻ എന്തൊക്കെ നമ്മൾ ഫുഡിലാണോ? എല്ലാം വേണം. നമ്മുടെ ഫുഡ്, നമ്മുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ പ്രവർത്തന മേഖല എല്ലാം ഇതിൻ്റെ ഒരു മാനദണ്ഡം തന്നെയാണ്. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, മെഡിറ്റേഷൻ, ഇതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. ചുമ്മാ നമ്മളൊരു സ്കിൻ ഡോക്ടറെ പോയി കണ്ട് കുറച്ച് ക്രീം ആപ്ലിക്കേഷൻ ചെയ്ത് കുറച്ച് IV ഗ്ലൂട്ടോത്തേൻ്റെ ഇഞ്ചക്ഷൻ എടുത്തു എന്നതുകൊണ്ട് നമ്മുടെ ഏജിനെ പിടിച്ചു നിർത്താൻ പറ്റത്തില്ല. ഏജ് എപ്പോഴും ഏജ് തന്നെയാണ്. ബട്ട് നമ്മുടെ സ്കിന്നിനെ ഹെൽത്തിയാക്കി നിർത്തുക എന്നുള്ളതാണ്. സ്കിന്ന് ഹെൽത്തി ആകുമ്പോൾ ഇപ്പം നമുക്ക് നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ളതാണ് കൊളാജിൻ സെല്ലുകൾ. ഈ കൊളാജിൻ സെല്ലുകൾ നമുക്ക് ഫേസിലും ഉണ്ട്, നമ്മുടെ ഹെയറിലും ഒക്കെ ഉണ്ട്. ആ സെല്ലുകൾ ഒരു പരിധി കഴിയുമ്പോൾ അത് നിർജീവമായി തുടങ്ങും. ആ നിർജീവമായി തുടങ്ങുന്ന സെല്ലുകളെ പുനർജനിപ്പിക്കാനായിട്ടാണ് നമ്മൾ ഓരോ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഫുഡിലൂടെ നമുക്ക് കൊളാജിനെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ചിലർ ഫുഡിലൂടെ കഴിക്കാത്തതുകൊണ്ട് പിന്നെ ടാബ്ലറ്റ് എടുക്കും, ചിലർ ക്രീമുകൾ യൂസ് ചെയ്യും, ചിലർ ഹൈഡ്രോഫേഷ്യലുകൾ ചെയ്യും. അങ്ങനെയുള്ളതാണ്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ജീവിത ശൈലി ഇതിൻ്റെ ഒരു ഘട്ടം തന്നെയാണ്. ധാരാളം വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, ജീവിതത്തിൽ ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകാതിരിക്കുക. ഡിപ്രഷൻ വന്നാൽ തന്നെയും നമ്മളതിനെ ഓവർകം ചെയ്യുക. നമുക്കതിന് അങ്ങനെ ഇല്ല എന്നുള്ളത് നമ്മളാണ് സ്വയം തീരുമാനിക്കേണ്ടത്. അപ്പം അത്തരം കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. വെറുതെ ചെറിയ കുട്ടിയായിട്ടിരിക്കുക എന്നുള്ളതൊരു പോസിബിൾ അല്ല, കുറച്ച് ഡിഫിക്കൽട്ടാണ്. ചേച്ചി, ഇപ്പം നമ്മൾ ഓവറായിട്ട് മേക്കപ്പ്, ഇപ്പോൾ ഡെയിലി ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഡെയിലി ഈ പറയുന്ന പോലെ പ്രൈമർ യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജ്, നമ്മൾ അതിനനുസരിച്ചുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്താൽ ഡാമേജ് വരില്ല എന്ന് പറയാം. എന്നാലും ഞാൻ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു എൻ്റെ ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് സ്ഥിരമായിട്ട് ഫൗണ്ടേഷൻ ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് നല്ലതല്ല സത്യത്തിൽ. ബിക്കോസ് നമ്മുടെ ചർമ്മത്തിൻ്റെ ശ്വസനാവസ്ഥ നശിക്കും, ബ്രീത്തിങ് കപ്പാസിറ്റി നശിച്ചു പോകും. ബട്ട് റെപ്യൂട്ടഡ് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം. അതിനകത്ത് സ്കിൻ കെയറിന് സൂട്ടബിൾ ആയിട്ടുള്ള നിയാസിനിമൈഡുകളും മിനറൽസുകളും ഓയിൽസുകളും എല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചർമ്മത്തിനെ ബൂസ്റ്റപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന് കരുതി ഞാൻ രാവിലെ ഫൗണ്ടേഷൻ ആപ്ലിക്കേഷൻ ഇട്ടതിന് ശേഷം രാത്രി വരെ അങ്ങനെ ഇട്ടുകൊണ്ട് പോയി കിടന്ന് ഉറങ്ങുക എന്നുള്ളതല്ല. നമുക്കൊരു ലൈഫ് റൊട്ടീൻ അതിലേക്കാണ് വരുന്നത്, മനസ്സിലായോ? ഇപ്പോൾ രാവിലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാക്കുന്നത് നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്നു. എവരിഡേ നമ്മൾ ഡാമേജിനെ റിപ്പയർ ചെയ്യണം. അപ്പോൾ രാത്രിയിൽ ഫേസ് വാഷ് ചെയ്ത് നിയാസിനിമൈഡുകൾ അല്ലെങ്കിൽ ഹൈലറോണിക് ആസിഡുകൾ, വൈറ്റമിൻ സികൾ അല്ലെങ്കിൽ മിനറൽസ് ഓയിൽസുകൾ എന്തെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ സ്കിന്നിൽ രാവിലെ ഉണ്ടായിട്ടുള്ള ഡെയിലി ഉണ്ടായിട്ടുള്ള ഡാമേജിന് നമ്മൾ റിപ്പയർ ചെയ്യണം. എവരിഡേ നമ്മൾ പണിതുകൊണ്ടിരിക്കണം, മനസ്സിലായ? അപ്പോൾ നമുക്ക് റെപ്യൂട്ടഡ് ബ്രാൻഡഡ് പ്രോഡക്റ്റുകൾ ഫേസിൽ ഉപയോഗിക്കുന്നതിന് യാതൊരു പ്രോബ്ലവും ഇല്ല, മനസ്സിലായില്ലേ? ഇപ്പം ബോബി ബ്രൗൺ ആണെങ്കിലും പിന്നെ ക്ലിനിക് ആണെന്നുണ്ടെങ്കിലും
എസ്റ്റി ലോഡർ ആണെന്നുണ്ടെങ്കിലും ഷാർലറ്റ് ടിൽബറി ആണെന്നുണ്ടെങ്കിലും ഇതെല്ലാം റെപ്യൂട്ടഡ് ബ്രാൻഡഡ് പ്രോഡക്റ്റുകളാണ്. ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസുകളെല്ലാം ഹൈലി റെക്കമെൻഡഡ് ആണ് സ്കിന്നിന്. മനസ്സിലായ? അപ്പോൾ നമ്മളത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ സ്കിന്നിൻ്റെ ഫോഴ്സുകളെ ക്ലോസ് ചെയ്യാത്ത ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് യൂസ് ചെയ്യുക. ചർമ്മത്തിന് ബ്രീത്തിങ് കൊടുക്കാൻ കപ്പാസിറ്റി ഉണ്ടാക്കി വെക്കുക. ചുമ്മാ എല്ലാം കവർ ചെയ്ത് നടക്കാതെ ചെറിയ ചെറിയ സുഷിരങ്ങൾ അങ്ങനെ തന്നെ ഉള്ളതുപോലെ തന്നെ നടക്കുക എന്നുള്ളതാണ്. ചേച്ചി, ഈ സിനിമയിലെ നോ മേക്കപ്പ് ലുക്ക് ശരിക്കും സിമ്പിളാണോ? അത് എങ്ങനെയാണ്? നമുക്ക് കാണുമ്പോൾ അത് മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ലല്ലോ, നോ മേക്കപ്പ് ലുക്ക്. അപ്പം അത് ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ നോ മേക്കപ്പ് ലുക്ക് ചെയ്യാനാണ് റിസ്ക്. നമ്മുടെ ചർമ്മത്തിൻ്റെ യഥാർത്ഥ കളറിനെ പിടിച്ച് മേക്കപ്പ് ചെയ്യുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ നോ മേക്കപ്പ് ലുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ചില സന്ദർഭങ്ങളിൽ ക്യാരക്ടർ റോളുകൾ ചെയ്യുമ്പോൾ നമുക്കൊട്ടും തന്നെ മേക്കപ്പ് ഫീൽ ചെയ്യാൻ പാടില്ല. എന്നാൽ അത്യാവശ്യം മേക്കപ്പ് ഇട്ടിട്ടുണ്ട്, അതൊട്ടും തന്നെ ഫീൽ ചെയ്യാത്ത തരത്തിൽ ചെയ്യണം. നോ മേക്കപ്പ് ലുക്ക് ഉണ്ട്. അത് വിപണിയിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ബ്രൈഡൽ മേക്കപ്പുകളൊക്കെ കൂടുതലും നോ മേക്കപ്പ് ലുക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ചേച്ചിക്ക് ലൈഫിൽ ഒരു തവണയെങ്കിലും മേക്കപ്പ് ചെയ്യണമെന്ന് തോന്നിയൊരു സെലിബ്രിറ്റിയാണ് അല്ല? ഇത്രയും പേരെയൊക്കെ എല്ലാവർക്കും അറിയാം, ലോകത്തുള്ള സർവ്വമാനം എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം എനിക്ക് ആരെയാണ് മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടം. അത് പറഞ്ഞു ഇപ്പൊ പൊങ്കാലയിടും എന്നെ കമന്റ്. ദീപിക പതുക്കോൺ തന്നെയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആഗ്രഹം? ബിക്കോസ് എനിക്ക് ദീപികനെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ദീപികയുടെ കൂടെ 2007 എത്ര വർഷമായെന്ന് ഓർക്കണം. അപ്പോഴും എത്ര വർഷമായി? 19 വർഷം അല്ലേ? 19 വർഷത്തിന് മുമ്പ് ദീപിക പതുക്കോണ് വിൽസിന്റെ ഫാഷൻ വീക്കിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അംബികപ്പിള്ളയായിരുന്നു അന്നത്തെ സീനിയർ മേക്കപ്പ് ആർട്ടിസ്റ്റ് വിൽസിന്റെ ഫാഷൻ വീക്കിന്റെ. അപ്പോൾ ആ ടീമിൽ ദീപിക പതുക്കോണുണ്ട്, മോഡൽസിന്റെ ടീമിൽ. അപ്പൊ എവരിഡേ ഞാൻ കാണുന്ന ഒരു മുഖമായിരുന്നു ദീപിക പതുക്കോൺ. അപ്പൊ ആ സമയത്ത് ദീപിക ഒരു മോഡലായിരുന്നു. ദീപിക ഒരു സ്റ്റാർ വാല്യൂ, അതായത് ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന ഏറ്റവും തിളക്കമുള്ള ഒരു നക്ഷത്രമായി മാറിയിരിക്കുകയാണ് ദീപിക പതുക്കോൺ, ഇല്ലേ? അപ്പൊ നമുക്കൊക്കെ ഭയങ്കര അഭിമാനത്തോടു കൂടി ഇത്തിരി കുശുമ്പോടു കൂടി, അല്ലേ, അങ്ങനെ നോക്കി കാണുന്ന ഒരു ആർട്ടിസ്റ്റാണ് ദീപിക പതുക്കോൺ. 2 കുട്ടികളുടെ അമ്മയാകുന്നു, ഒരു കുട്ടിയുടെ അമ്മയായി, രണ്ടാമത്തെ കുട്ടിയുടെ അമ്മയാകാൻ പോകുന്നു. എന്നിട്ട് പോലും ആ ദീപികയുടെ ആ ക്യൂട്ട്നെസ് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്കാരത്തിനെ. എപ്പോഴെങ്കിലും ഒരു പൊട്ടെങ്കിലും ചുമ്മാ വെച്ചു കൊടുക്കണം. ചേച്ചി, കേരളത്തിലെ ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോടുള്ള സമീപനത്തിൽ ഇത്രയും വർഷമായിട്ട് എന്തെങ്കിലും മാറ്റം വന്നതായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? പിന്നെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. കൊള്ളാം. എങ്ങനെ? എന്തൊക്കെ മാറ്റം? എനിക്ക് തോന്നുന്നു 2016 എലക്ഷൻ കഴിഞ്ഞതിന് ശേഷം 2016 മുതൽ ഇങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ. ആ മാറ്റങ്ങളാണ് ഒരു പിന്തുടർച്ച പോലെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അന്നത്തെ സംസ്ഥാന ഗവൺമെൻറ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾക്ക് വേണ്ടി നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ നിരവധിയാണ്. ഓക്കെ, ഇപ്പോൾ പുതിയ ഭരണം വന്നപ്പോഴും ആ ഭരണകൂടവും അതേ കാര്യങ്ങൾ പിന്തുടർന്ന് പോകുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഒപ്പം ഓരോ പാർട്ടിയുടെ തലപ്പത്തേക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾ വന്നിരിക്കുന്നു, അല്ലേ? BJPയുടെ നേതൃസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്, കോൺഗ്രസിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്, ഇടതുപക്ഷത്തിൻ്റെ നേതൃസ്ഥാനത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഒരുപാട് ഇടങ്ങളിൽ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റികൾ തൊഴിൽ ചെയ്ത് ജീവിക്കുന്നു, അവരുടെ പ്രൊഫഷനുമായിട്ട് ജീവിക്കുന്നു. സോ പ്രൗഡ്. ഇപ്പോൾ കൊച്ചി മെട്രോയിൽ തന്നെ ട്രാൻസ്ജെൻഡേഴ്സിന് ജോലി കൊടുത്തല്ലോ. എന്നിട്ടും എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ ആ ജോലിയിൽ നിൽക്കാതെ പോയി. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു? അതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളാണ്. കാരണം തൊഴിലിടങ്ങൾ എപ്പോഴും സുതാര്യമായിരിക്കണം. എനിക്കൊരു തരം സാലറി, നിനക്കൊരു തരം സാലറി, അവർക്കൊരു തരം സാലറി എന്ന് പറയുമ്പോൾ ഈ മെട്രോ സിറ്റിയിൽ ജീവിക്കാനായിട്ട് എത്ര രൂപ വേണ്ടി വരുമെന്ന് ഒരു നിസ്സാര കണക്കെടുത്താൽ മനസ്സിലാക്കാൻ പറ്റും.
അതെ. തുച്ഛമായ വരുമാന മാർഗം കൊണ്ട് ഒരു നാടും വീടും ഉപേക്ഷിച്ച് വന്നിരിക്കുന്ന ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് സാലറിയുടെ പ്രശ്നങ്ങൾ വരും. അങ്ങനെ അവർ ബാക്കപ്പായിട്ടുള്ളവരുണ്ടാവും. ചേച്ചി ഇപ്പം കേരളം ഒരു ട്രാൻസ് ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും ട്രാൻസ് ഫ്രണ്ട്ലി തീർച്ചയായിട്ടും പറയാൻ പറ്റും. ട്രാൻസ് ഫ്രണ്ട്ലി ആണെന്നുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ രണ്ടുപേരും ഇവിടെ ഇരിക്കുന്നത്, അല്ലേ? ഒരു ഫ്രണ്ട്ലി അല്ലായിരുന്നെങ്കിൽ നമ്മൾ എന്നെ ചേച്ചിന്ന് വിളിക്കത്തില്ല, എന്നെ ഒരു ഇന്റർവ്യൂവിന് വിളിക്കത്തില്ല. അങ്ങനെ ഒരുപാട് പേര് ഇന്ന് മുഖ്യധാരയിലേക്ക് വരുന്നുണ്ടല്ലോ. എത്ര പേരാണ്. ഇപ്പം പലയിടങ്ങളിലും പണ്ട് ഒരു അത്ഭുത കാഴ്ചകൾ കാണുന്ന നോട്ടത്തിലോട് നോക്കി നിന്നവർ ഇന്ന് അവർക്കതൊരു സാധാരണ കാഴ്ചയായി മാറിയിരിക്കുകയാണ്. അതെ. ട്രാൻസ്ജെൻഡർ എന്നുള്ളൊരു വേർഡ് പോലും അവർ ഉപയോഗിക്കുന്നില്ല. ആസ് യൂഷ്വൽ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ട്രാൻസ്മെന്നിനെ പുരുഷൻ എന്നുള്ളൊരു കാറ്റഗറി തന്നെയാണ് എല്ലാവരും കാണുന്നത്. ഹേ ട്രാൻസ്ജെൻഡറെ എന്ന് വിളിക്കാറില്ല ആരും, അല്ലേ? ഹായ് ചേച്ചി അല്ലേ, അങ്ങനെയാണ് വിളിക്കുന്നത്. അതൊരു മാറ്റമാണ്. ചേച്ചി ഇപ്പോൾ സിനിമയിലോട്ടും അല്ലെങ്കിൽ മേക്കപ്പ്, ആ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്, ആ ഒരു ജോലിയിലോട്ടൊക്കെയാണ് കൂടുതലും ട്രാൻസ്ജെൻഡേഴ്സ് പോകുന്നത്. അത് എന്തുകൊണ്ടായിരിക്കും? അത് ആ മേഖല സേഫ് ആയതുകൊണ്ടാണോ, അല്ലെങ്കിൽ സാലറിയുടെ? അല്ല, മേഖല സേഫ് ആയതുകൊണ്ടല്ല. എനിക്ക് തോന്നുന്നു മോസ്റ്റ് ഓഫ് ദ ട്രാൻസ് കമ്മ്യൂണിറ്റികളും ആർട്സുമായിട്ട് റിലേറ്റഡ് ആണ്. ഡാൻസ് വിഭാഗം, അല്ലെങ്കിൽ ഡിസൈനിങ് വിഭാഗം, മേക്കപ്പ് വിഭാഗം, ആക്ടിങ് വിഭാഗം, റൈറ്റിങ്, ചിത്രരചന, സിംഗിങ്, അങ്ങനെ ഇതുമായിട്ട് റിലേറ്റഡ് ആണ്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ എപ്പോഴോ നഷ്ടപ്പെട്ടു പോയതാണ്. മനസ്സിലായോ? ഇതൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുമോ എന്നറിയാതെ പതറിപ്പോയിട്ടുള്ളവരാണ് അവരെല്ലാവരും, ഇൻക്ലൂഡിങ് മീ. അപ്പോൾ ഇതെല്ലാം ഒരു കാലഘട്ടം ആയപ്പോൾ നമുക്കതിനുള്ള സ്വാതന്ത്ര്യവും വഴികളും തുറന്നു കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതിനെ അവർ വളമിട്ട് വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്നതുകൊണ്ടാണ് ആ മേഖല ചൂസ് ചെയ്യുന്നത്. ഇഷ്ടമില്ലാത്തൊരു മേഖലയിൽ പോയിട്ട് കാര്യമില്ലല്ലോ. അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയിലല്ലേ നിൽക്കേണ്ടത്. ഇപ്പോൾ കൊച്ചി മെട്രോയില് ജോലി കൊടുത്തതുപോലെ ഈ സർക്കാർ മേഖലയിലും, അതായത് സർക്കാർ ജോലികളിലും അങ്ങനെ ഒരു സംവരണം വേണമെന്ന് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? വരും, സംവരണം വരുമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഈ ഒരു ഗവൺമെന്റിന്റെ ഭരണത്തിൽ ആ ഒരു മാറ്റം വരാൻ സാധ്യത കാണുന്നു. ഗവൺമെന്റ് ഇടങ്ങളിലുണ്ട്, എനിക്ക് തോന്നുന്നു മിക്കയിടങ്ങളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇനി അതിനൊരു കുറച്ചും കൂടി ഒരു മാറ്റം വരാൻ സാധ്യത കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിന് വേണ്ടുന്ന കുറേ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ചേച്ചിക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ചെയ്യണമെന്ന് ചേച്ചി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? എനിക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറേ ഡ്രീംസുകളുണ്ടായിരുന്നു. ഒരു ട്രാൻസ് വില്ലേജ് ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കുറേ പേര് അവിടെ സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി ജീവിക്കുന്ന ഒരു കൂട്ടർ ജോലിക്ക് പോകുന്നു, പഠിക്കാൻ പോകുന്നു, കൈത്തൊഴിലുകൾ ചെയ്യുന്നു. അങ്ങനെ കുറേ ഒരു ലൈഫ്, ഒരു ട്രാൻസ് ഗ്രാമം എൻ്റെ ഡ്രീമായിരുന്നു. എന്തോ ആക്സിഡൻ്റലി അത് സാധ്യമായില്ല. മേ ബി അത് നടക്കുമായിരിക്കും എപ്പോഴെങ്കിലും. എന്നെങ്കിലും ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാകും. ചേച്ചിക്കിപ്പോൾ ആദ്യകാലത്തൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വന്ന ഒരാളാണ്. അപ്പോൾ ചേച്ചിക്ക് വന്ന ആ സൈബർ ആക്രമണങ്ങളെയും നെഗറ്റീവ് കമൻറ്റുകളെയൊക്കെ ചേച്ചി എങ്ങനെയാണ് നേരിട്ടത്? ബിക്കോസ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഈ ലോകം എൻ്റെതും കൂടിയാണ്. ഇവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുമുണ്ട്. ആദ്യകാലങ്ങളിലൊക്കെ ഞാൻ പകച്ച് നിന്നിട്ടുണ്ടെങ്കിലും പിന്നീട് ഞാൻ ശബ്ദമുയർത്താൻ തുടങ്ങിയത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ എനിക്കിന്ന് നമുക്കിങ്ങനൊരു സീറ്റിൽ ഇരിക്കാൻ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ മതിയാക്കി പോയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പറ്റില്ലായിരുന്നു. ചേച്ചി ഇപ്പോൾ ഒരു 5ാമത്തെ വയസ്സിലാണ് ചേച്ചി സ്വന്തം ഐഡൻറ്റിറ്റി തിരിച്ചറിയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ചേച്ചിക്ക് ഫാമിലിയിൽ നിന്നും അല്ലെങ്കിൽ സൊസൈറ്റിയിൽ നിന്നും കിട്ടിയ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എനിക്ക് സൊസൈറ്റിയിൽ നിന്ന് കിട്ടിയ സപ്പോർട്ടിനേക്കാൾ കൂടുതൽ എൻ്റെ ഫാമിലിയിൽ നിന്നാണ് കിട്ടിയത്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ നീ എന്താണോ അങ്ങനെ ആയിരിക്കും, അതാണ് പറഞ്ഞത്. എന്നതുകൊണ്ട് തന്നെ ഇന്നും ഞാൻ എൻ്റെ അമ്മയോടൊപ്പമാണ്. എനിക്ക് തോന്നുന്നു പല ആൾക്കാർക്കും കിട്ടണം എന്നില്ല ആ ഒരു സപ്പോർട്ട്, അല്ലേ? ഫാമിലി അത് കിട്ടും. അത് അവരിലേക്ക് എത്തും. അതാണ് സത്യം. നമ്മുടെ ഫാമിലിയാണ് സത്യം. അതിലേക്ക് ഓരോ കുട്ടികളും എത്തണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അതാണ് ചെയ്യേണ്ടത്. ഓരോ കുട്ടികളും അവരവരുടെ ഫാമിലിയിലേക്ക് ഇഴകി ചേരട്ടെ.
ആ വീട്ടിൻ്റെ സുഖവും ദുഃഖവും എല്ലാം കണ്ടും കേട്ടും അവരുടെ ഒരു കോൺട്രിബ്യൂഷനും കൂടി ആ ഫാമിലിക്ക് കിട്ടട്ടെ. ചേച്ചി ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ തളർന്നു പോയൊരു മൊമെന്റ് ഏതാണ്? അതായത് എന്നെ കൊണ്ട് പറ്റില്ല, തീരെ തളർന്നു പോയൊരു അങ്ങനെ ഒരു മൊമെന്റ്. അങ്ങനെ മൊമെൻ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ട് അതിൽ നിന്നൊക്കെ ഞാൻ റിക്കവർ ചെയ്തു. ബിക്കോസ് നമ്മൾക്ക് ഇപ്പം ലോകത്തിലെപ്പോഴും എന്നെ സംബന്ധിച്ച് എനിക്ക് സൗഹൃദങ്ങൾക്ക് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. എനിക്ക് ബന്ധുക്കളെക്കാൾ കൂടുതൽ സൗഹൃദങ്ങളായുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സൗഹൃദത്തിൽ എനിക്ക് വന്ന ഒരു അടി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ, ഞാൻ ഒരിടത്തും പഠിക്കാത്ത ഒരു പാഠം എനിക്ക് പഠിക്കാൻ പറ്റി എന്നുള്ളതാണ്. അപ്പം ആ ഒരു സെക്കൻഡിൽ ഒരു പക്ഷേ ഞാൻ തകർന്നു പോയി എന്ന് ചിന്തിച്ച ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ബട്ട് എനിക്ക് ചെയ്യാൻ ഇനിയും കുറേ ഉണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് എന്നെ ആ ഒരു വിഷമഘട്ടത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചത്. ഞാനൊരു ഇൻ്റർവ്യൂവിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ചേച്ചിയുടെ ഏറ്റവും വലിയൊരു ഡ്രീം ഒരു കോസ്മെറ്റിക് കോളേജ് തുടങ്ങണമെന്ന്. അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഡ്രീം വന്നത്? ആ ഡ്രീം ഇപ്പോൾ എവിടെ വരെയായി? ആ കോസ്മെറ്റിക് കോളേജ് തുടങ്ങിയിട്ടുണ്ട്. RR കോളേജ് ഓഫ് കോസ്മെറ്റോളജി ആൻഡ് ബ്യൂട്ടി കരുനാഗപ്പള്ളിയിലും കോഴിക്കോടും അതിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഒരുപാട് നല്ല മികച്ച കോസ്മെറ്റോളജിസ്റ്റുകളെ കേരളത്തിന് സംഭാവന ചെയ്യാൻ കഴിയും. ആ കോളേജിലൂടെ ഒരുപാട് പേർക്ക് തൊഴിൽ സാധ്യതയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും ഒപ്പിച്ചെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. ഇനിയും ആ ഒരു കോളേജ് കുറച്ചും കൂടി വിപുലീകരിക്കണം. ചേച്ചിയുടെ വലിയൊരു ഡ്രീം ആയിരുന്നല്ലോ. അതെ 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 അതെ. അപ്പോൾ അവിടെ ഇപ്പം എന്താ പറയാ, പഠിക്കുന്നതിന് ഫീസൊക്കെ നമുക്ക് സാധാരണ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ എല്ലാവർക്കും എഫോർഡബിൾ ആയിട്ടുള്ള ഫീസാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പം അങ്ങനെ ഒരു വലിയൊരു ഡ്രീം സാധിച്ചല്ലോ, ഇനി അതുപോലൊരു ഡ്രീം എന്താണ് ചേച്ചി? അങ്ങനെയില്ല, ഞാൻ എപ്പോഴും ദുബായ് നഗരത്തിലാണല്ലോ ഇപ്പോൾ കൂടുതൽ ദിവസവും സമയം ചെലവഴിക്കുന്നത്. അപ്പം എൻ്റെ ദുബായിൽ എനിക്കിതുപോലൊരു കോസ്മെറ്റോളജി കോളേജ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതിനുള്ള വഴികൾ തുറന്നു കിട്ടിയാൽ തീർച്ചയായിട്ടും ഞാൻ ദുബായിലും അത് തുടങ്ങും. ചേച്ചിക്ക് നാട് കൊല്ലമാണല്ലോ. അപ്പം നാടിനേക്കാട്ടിലും ഇപ്പോൾ ദുബായിൽ നിൽക്കണം എന്നുള്ള ഇത് വരാനുള്ളൊരു റീസൺ എന്താണ്? വേറൊന്നുമല്ല, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പേ ഓരോ സെലിബ്രിറ്റികളുടെ കൂടെ നമ്മൾ ദുബായിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ പോകുന്നതാണ്. ബട്ട് എന്തുകൊണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് ദുബായ് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ് ദുബായ്. അപ്പം അവിടെ യുദ്ധമാണ്, അവിടെ അത് പൊട്ടി ഇത് പൊട്ടി എന്ന് പറഞ്ഞ് നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മളിതൊന്നും അറിയുന്നില്ല. നാട്ടിലുള്ളവരാണ് അതിനെ ഡബിളാക്കി ചിത്രീകരിക്കുന്നത്. ഭയങ്കര സേഫാണ് ദുബായ്. പക്ഷെ ദുബായിയുടെ മൊഞ്ചിലല്ല ഞാൻ പോയി വീണിരിക്കുന്നത്. ഞാൻ അവിടുത്തെ ഒരു കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ പോയിട്ടില്ല. നൈറ്റ് പബ്ബിൽ പോകാറില്ല. അവിടുത്തെ എന്താ പറയുക ഓരോ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുണ്ടല്ലോ, അവിടെ ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇത്രയും വർഷമായിട്ടുണ്ടെങ്കിലും ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയാൽ ഫ്ലൈറ്റ് ഇറങ്ങി നേരെ വീട്ടിൽ നിന്ന് നേരെ ഓറയിലേക്ക്, ഓറയിൽ നിന്ന് ഡ്യൂട്ടി അപ്പം പണിയെല്ലാം കഴിഞ്ഞ് വൈകുന്നേരത്ത് വീട്ടിൽ വരും, ഫുഡ് ഉണ്ടാക്കും, കഴിക്കും, രാവിലെ വീണ്ടും പോകും. ഇതല്ലാണ്ട് വേറെ ഒരിടത്തും പോവില്ല. ഇതിനപ്പുറത്തേക്ക് ലിജയുടെ വീട്ടിൽ പോകും, ഗീതയുടെ വീട്ടിൽ പോകും, ലിജയുടെ വീട്ടിൽ പോകും, ഗീതയുടെ വീട്ടിൽ പോകും, എൻ്റെ വീട്ടിൽ, ഈ ട്രയാങ്കിളിൽ കിടന്ന് കളിക്കുമോ ഞാൻ. ബട്ട് ഐ ലവ് ദുബായ്. അറ്റ് ദ സെയിം ടൈം ഐ ലൈക്ക് കേരളം. എൻ്റെ നാടും എനിക്കിഷ്ടമാണ്. ചേച്ചി ഇപ്പോൾ ദുബായ് അല്ലാതെ പിന്നെ ഇഷ്ടമുള്ളൊരു കൺട്രി ഏതാണ്? ദുബായ് കഴിഞ്ഞാലെന്ന് പറഞ്ഞാൽ എനിക്ക് ദുബായിലെ ഓറ നല്ല രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ ഡ്രീം. ഒപ്പം കേരളത്തിൽ ഓറ പ്രവർത്തനം ആരംഭിച്ചു. RR കോളേജ് ഓഫ് കോസ്മെറ്റോളജി ആൻഡ് ബ്യൂട്ടി പ്രവർത്തനം ആരംഭിച്ചു. ബട്ട് എനിക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ട് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും പോകാൻ എനിക്കിഷ്ടമാണ്. ഇപ്പം ഓറയിൽ എനിക്ക് പാർട്ണറായിട്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഗീതിയും കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് ജോലിഭാരം കുറച്ച് കുറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഗീതി കൈകാര്യം ചെയ്തോളും. ഞാൻ ചെല്ലുമ്പോൾ ഗീതി കുറച്ച് ഓഫായിട്ട് ഞാൻ കൈകാര്യം ചെയ്യും. അപ്പോൾ എനിക്കൊരു സമാധാനമുണ്ട്, എല്ലാം കൃത്യമായിട്ട് നടക്കുമെന്നുള്ളത്. അപ്പോൾ ഗീതിയുടെ ഹസ്ബൻഡ് സോബിനാണെന്നുണ്ടെങ്കിലും ഫുൾ സപ്പോർട്ടായിട്ട് കൂടെയുണ്ട്. പിന്നെ നമുക്ക് മഫസ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനി എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ബാക്ക് സപ്പോർട്ടായിട്ടുള്ള കമ്പനിയുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും നമ്മളോടൊപ്പം തന്നെ ഉണ്ട്. അപ്പം എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് തോന്നുന്ന ഒരു രാജ്യം സ്വിറ്റ്സർലാൻഡാണ്.
സ്വിറ്റ്സർലൻഡ്. സ്വിറ്റ്സർലാൻഡിൽ പോകണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. കാരണം അത്ര ദുബായ് പോലെ സേഫാണ് സ്വിറ്റ്സർലാൻഡ്. ചേച്ചി ഇപ്പോൾ സ്വന്തം ഐഡൻറ്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയോട് ചേച്ചിക്ക് പറയാനുള്ളത് എന്താണ്? നമ്മൾ സ്വന്തം ഐഡൻറ്റിറ്റി ഡിക്ലെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളത് തിരിച്ചറിയുന്ന ഒരു സാഹചര്യം വരുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകും. എന്താണ് ഏതാണ് ശരി തെറ്റ് എന്നൊക്കെ ഉള്ളത്, ആരോട് പറയും, എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടാകും. ബട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസത്തെ തടസ്സപ്പെടുത്താതെ ആ വിദ്യാഭ്യാസം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. കാരണം അടിസ്ഥാന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു വലിയ ഒരു മാനദണ്ഡം തന്നെയാണ്, അതൊരു മൂലധനം തന്നെയാണ്. എന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് തടസ്സം പറ്റാത്ത തരത്തിൽ നിങ്ങളുടെ ജെൻഡറിനെ നിങ്ങൾ കൈകാര്യം ചെയ്തു പോവുക. നിങ്ങളുടെ ഐഡൻറ്റിറ്റി റിവീൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളോടൊപ്പം ഉണ്ടാകണം. കാരണം നിങ്ങൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കാത്തിരിക്കുന്ന ലോകം അത്ര ഈസി ആയിട്ടുള്ളൊരു ലോകമല്ല. എന്നതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു തൊഴിലെടുത്ത് ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടുണ്ടാകണം. എന്നതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടത് അതൊരു വലിയ കാര്യം തന്നെയാണത്. ഇപ്പോൾ ചേച്ചി സ്വയമേ പഠിച്ച, അതായത് പ്രത്യേകിച്ച് ഒരു സർട്ടിഫിക്കറ്റും ഇല്ലാതെ സ്വയം പഠിച്ചെടുത്തൊരു ഇതാണ് മേക്കപ്പ്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ മേക്കപ്പ് മേഖലയിലോട്ട് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ളൊരു നിർദ്ദേശം? ഒരു സാധാരണ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകുക എന്നതിനേക്കാൾ ഉപരി ഒരു റെപ്യൂട്ടഡ് ബ്രാൻഡഡ് ഒരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ അതിനൊരുപാട് ടാസ്കുകളുണ്ട്. ഇവനിപ്പോൾ എൻ്റെ അക്കാഡമി എന്നാൽ കേരളത്തിലെ മറ്റ് അക്കാഡമികളെടുത്താലും എല്ലായിടത്തും ഒരുവിധം ടാസ്കായിട്ടുള്ള സിലബസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. ഇതെല്ലാം വളരെ കൃത്യനിഷ്ഠയോടുകൂടി പഠിച്ച് മുന്നോട്ട് വരിക. അല്ലാണ്ട് ഒരു ഷോപ്പിൽ പോയിട്ട് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് കണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിലൊരു വീഡിയോ കണ്ട്, അല്ലെങ്കിൽ ഗൂഗിളിൽ എന്തെങ്കിലും സെർച്ച് ചെയ്ത് നോക്കിയിട്ടല്ല ആകേണ്ടത്. നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആകണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രവൃത്തി പരിചയം വേണം, പ്രോഡക്റ്റ് നോളജ് വേണം, അടിസ്ഥാനം വേണം. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ്. തീർച്ചയായിട്ടും.